ഇന്ന് അറഫ സംഗമം. ഹജ്ജ് തീർത്ഥാടകർ അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സംഗമം. അറഫയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾ രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമമാണ് ഇന്ന്. ഞാനിപ്പോൾ ഉള്ളത് അറഫയിലാണ്. അറഫയിൽ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ താമസിക്കുന്ന ടെൻറ്റുകളിലാണ് ടെൻറ്റുകൾക്ക് സമീപത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ കാണുന്ന ടെൻറ്റുകളിലൊക്കെയാണ് ഏതാനും ഇന്ത്യക്കാർ താമസിക്കുന്നത്. വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശീതീകരിച്ച ടെൻറ്റുകളാണ്. നല്ല കനത്ത ചൂടിന് ആയിരിക്കും ഇത്തവണത്തെ ഹജ്ജ് എന്ന് നേരത്തെ തന്നെ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്ന് ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പുറത്തിറങ്ങരുത് എന്നാണ് മന്ത്രാലയം തീർത്ഥാടകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സംഗമം. ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. അറഫയിൽ പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി തീർത്ഥാടകർ കഴിയും. മസ്ജിദ് നമിറ പള്ളിയിലും അതോടൊപ്പം തന്നെ ജബൽ റഹ്മ മലയിലുമെല്ലാം തീർത്ഥാടകർ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകും. ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകർക്കും ഒരേ സമയം അനുഷ്ഠിക്കുന്ന ഏക കർമ്മം കൂടിയാണ് അറഫ സംഗമം. ഏതായാലും ഇന്ന് രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തീർത്ഥാടകർ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങും. ഇന്ന് രാത്രി മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും തീർത്ഥാടകർ താമസിക്കുക. അതിനുശേഷം നാളെ ജംറയിലെ കല്ലേർ കർമ്മത്തിനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് ശേഖരിച്ച് തീർത്ഥാടകർ നാളെ രാവിലെ മീനായിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.